മോഹനചന്ദ്രന് വെളിച്ചം കാണാനേ കഴിയില്ല. ബാല്യത്തിൽ മോഹനചന്ദ്രന്റെ കാഴ്ചയുടെ ഞരമ്പുകൾക്ക് വന്ന തകരാറാണ് അദ്ദേഹത്തെ അന്ധനാക്കിയത്. ആരും തകർന്നു പോകുന്ന, ജീവിതം ഇരുളടഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിന്നാണ് വെളിച്ചം കെട്ട മിഴികളും തളരാത്ത മനോധൈര്യവുമായി ആ 16-കാരൻ പിടിച്ചു കയറിയതും അധ്യാപകനായതും. പാലക്കാട് PNG ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ മോഹനചന്ദ്രൻ മാഷെ ഗുഡ് മോർണിംഗ് ACVയിലൂടെ പരിചയപ്പെടുത്തുന്നു. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ ഞാൻ SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് 86-87 കാലഘട്ടത്തിൽ ആണ് എനിക്ക് ഇതിങ്ങനെ എൻ്റെ ഈ വൈകല്യം സംഭവിക്കുന്നത്. പുല്ലെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഒരു പൊടി കയറിയതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് പൊടിവെട്ടതാണെന്ന് കരുതി ഞാൻ കഴുകി നോക്കിയപ്പോൾ യാദൃശ്ചികമായി വലത് കണ്ണ് പൊത്തിയപ്പോഴാണ് അറിയുന്നത് ആ ഇടത് കണ്ണിലെ കാഴ്ച ഒന്നും കാണുന്നില്ല, മഞ്ഞ് പോലെ ഒരു മൂടൽ മാത്രം. പിന്നെ ട്രീറ്റ്മെൻറ്റുകളായി ഒരുപാട് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. പാലക്കാട്, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്, ഇവിടെ നിന്നെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടു പോവുകയായിരുന്നു. ഏതാണ്ട് 2 വർഷത്തെ ആയപ്പോഴേക്കും എൻ്റെ കാഴ്ച പൂർണ്ണമായും നശിച്ചു. ഇനി എന്ത് എന്നുള്ള ഒരു ശൂന്യത എൻ്റെ മുന്നിലുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉപദേശം, അദ്ദേഹം എനിക്കൊരു അഡ്രസ്സ് തന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ കോഴിക്കോടുള്ള സ്ഥാപനത്തിൻ്റെ. ആ അഡ്രസ് മുഖാന്തരം ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് എനിക്ക് പഠിക്കാനായി ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ചത് അങ്കമാലിയിലെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ തന്നെ ഒരു സ്ഥാപനമായിരുന്നു. അങ്ങനെ ബ്രെയിൽ ലിപി അവിടുന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ നിന്നും ചെറിയൊരു തൊഴിൽ പരിശീലനവും 2 വർഷം കൊണ്ട് നേടി. അതിനുശേഷം അതോടുകൂടി എനിക്കൊരു ആത്മവിശ്വാസം ഒന്നും കൂടെ വർദ്ധിച്ചു. SSLC കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ പഠിക്കും എന്തെന്നുള്ള ആ ചിന്തയിലിരുന്ന ഞാൻ പിന്നീട് എനിക്ക് കോളേജിലേക്ക് പോകാൻ ഒരു താല്പര്യം തോന്നുകയും ഇവിടെ വിക്ടോറിയ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് 3rd ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം മലയാളം BA ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫറൂഖ് കോളേജിൽ B.Ed പോയി. ആ B.Ed കഴിഞ്ഞ് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ കലക്ടറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി എനിക്കിവിടെ നിയമനം ലഭിക്കുകയുണ്ടായി മലയാളത്തിന്. 2001 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഭാര്യ ശ്രീകൃഷ്ണപുരംകാരിയാണ്. 2 കുട്ടികളുണ്ട്. ഇപ്പോൾ സുഖമായി കഴിയുന്നു. സ്കൂളിലേക്ക് നാട്ടിൻപുറത്ത് എനിക്ക് സഞ്ചരിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ കുട്ടിക്കാലം മുതലേ സഞ്ചരിച്ച പാതകളാണ്. അവിടെ എൻ്റെ പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. റോട്ടിലേക്ക് വരും. ചിലപ്പോൾ റോഡിലേക്ക് വരാൻ ആരെങ്കിലും ഉണ്ടാവും, തനിച്ചും പോകും. അങ്ങനെയൊക്കെയാണ്. ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾ എന്നെ സഹായിക്കാറുണ്ട്. ക്ലാസ്സിൽ നിന്ന് പിള്ളേർ ഏത് പീരീഡ് ആണെങ്കിൽ ആ പീരീഡ് സമയത്ത് ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി വരും, ക്ലാസ്സിലേക്ക് പോകും. പിന്നെ ക്ലാസ്സിൽ സാധാ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പഠിപ്പിക്കാറുണ്ട്. മിക്കവാറും പഠിപ്പിക്കുന്നത് ബ്രെയിൽ ലിപി തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ലഭിക്കുന്നതാണ്. കൂടാതെ ഓഡിയോ കാസറ്റിലേക്ക് പാഠങ്ങളെല്ലാം പകർത്തുന്നു. ബ്രെയിൽ ലിപിയിൽ തന്നെ അത് നമുക്ക് അത്യാവശ്യമുള്ള നോട്ട്സ് തയ്യാറാക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ഓഡിയോ കാസറ്റ് വഴി കേൾക്കുന്നു. പിന്നെ നമ്മുടെ അധ്യാപകരുടെ സഹപ്രവർത്തകരുടെയൊക്കെ നിസ്സീമമായ സഹകരണങ്ങൾ, ആ സഹകരണം കൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മനസ്ഥൈര്യം കൊണ്ട് അതിനെ നേരിടുക. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത് അതാണ്. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ